ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റോട് കൂടിയ ലെയർ ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഈ ഗോതമ്പ് പൊടി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് റെഡിയാക്കിയതായിരുന്നു. അതിലുണ്ടാക്കുന്ന ചപ്പാത്തിക്കാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 1 കപ്പ് അളവിലാണ് വെള്ളം എടുത്തത്. നോർമലായിട്ടുള്ള വെള്ളമായിരുന്നു. ഇതുപോലെ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഡ്രൈ ആവുന്ന സമയം അല്പം ഓയിൽ ഒഴിക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. നമ്മൾ 1 കപ്പ് വെള്ളമായിരുന്നു എടുത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട്. നമ്മൾ മാവിൽ അല്പം ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ഡ്രൈനെസ് മാറിക്കിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ കുഴയ്ക്കേണ്ട, ചെറിയ ലൂസായിട്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മളിതിൽ ഗീയൊക്കെ കൂടുതൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഇത് 1-2 മിനിറ്റ് ഇതേപോലെ നീഡ് ചെയ്തെടുക്കണം. എന്നാലേ അത് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ, എന്നാലേ അത് ശരിയായിട്ട് വരികയുള്ളൂ. ഇതിപ്പോൾ അത് നീഡ് ചെയ്തെടുത്തായിരുന്നു. ഇനി നമുക്ക് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. നമുക്ക് ടവൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഒന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഉരുളകളാക്കി എടുക്കണം. കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ ഉരുളകളാക്കണം. ഇപ്പോൾ അതെല്ലാം ഉരുളകളാക്കിയിട്ടുണ്ട്. 6 ഉരുള കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഗീ വേണം. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളയും പൊടിയൊന്നിങ്ങനെ തൂകിയതിന് ശേഷം നമുക്കത് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതേപോലെ കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇതിൻ്റെ പുറത്ത് അല്പം ഗീ ഒഴിക്കാം. ഫില്ലിങ്ങിന് 1 ടീസ്പൂൺ അളവിലാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് അത് എല്ലായിടത്തും ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗീ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് അതുപോലെ അല്പം പൊടി ഇട്ടിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കി എടുത്തിട്ട് ഇതേപോലെ പൊടി തൂകി നല്ല ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കണം. ഇപ്പോൾ അത് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ടിടാം. ഞാൻ എല്ലാം ഇതുപോലെ പരത്തിയെടുത്തായിരുന്നു. എന്നിട്ട് തവ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് അതിലിട്ട് 1 മിനിറ്റ് ഒന്ന് ഇട്ടതിന് ശേഷം മറിച്ചിടണം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ടാണ് നമ്മൾ ഗീ ഒഴിക്കേണ്ടത്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിൽ ആക്കിയാലേ അത് നല്ലപോലെ ഉൾവശം വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഏകദേശം അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം അല്പം കൂടെ ഗീ ഒഴിക്കണം. ഇതുപോലെ റെഡിയാക്കിയാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാകും. ഇതിന് മുന്നേ കുറേ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ടൂര, അതുകൂടാതെ പൂരി, ഫുൽക്ക ചപ്പാത്തി, ലെയർ ചപ്പാത്തി, മൈദ വച്ചിട്ടുള്ളത്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഏകദേശം റെഡിയായിട്ടുണ്ട്. നല്ല അത് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വന്നതെന്ന് മനസ്സിലാവുന്നത്. ഇത്രയും മതിയാകും. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ നീണ്ടു പോകുന്നതിനാൽ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഗീയൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ വൈറ്റ് ചട്നി, നല്ല എരിവുള്ള ചട്നി ആയാൽ കൂടുതൽ നന്നായിരിക്കും. പൊട്ടറ്റോ കറി, മസാലക്കറി ഇതൊക്കെ വെച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും വെറും സാലഡും അതല്ലെങ്കിൽ റൈത്ത പോലെ ആക്കിയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്.
ഫ്രണ്ട്സ്, ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.